നമസ്കാരം. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസിൽ പോലീസിൻ്റെ ഒരു വൻ സന്നാഹം തന്നെ എത്തിയിരിക്കുകയാണ്. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ IB ടീമുണ്ട്. വൻ പോലീസ് സന്നാഹമാണ് സെൻറ്റ് സ്റ്റീഫൻസിൽ എത്തിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കാരണം ഒരു കസേരയ്ക്ക് നമ്മളൊരു ആളിൻ്റെ ഇരിക്കുന്ന 6 സ്ക്വയർ ഫീറ്റിനുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അച്ഛാ, എന്ത് ഈ പോലീസ് പരിശോധന നടക്കുമെന്ന് പറയുന്നത് എന്ത് പറ്റിയത്? അയ്യോ, നമ്മുടെ വലിയ പാരമ്പര്യമുള്ള സ്കൂളല്ല ഇത്. അതിൻ്റെ 100ാമത് വാർഷിക സെൻറ്റനറി ആഘോഷമാണ് നടക്കുക. 100ാം വാർഷികമാണ്. 100ാം വാർഷികം നടക്കുക. അപ്പം ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ് അത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അതിൻ്റെ പരിശോധനകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ച് ഇവിടെ പോലീസ് പരിശോധന നടക്കുന്നത് പറഞ്ഞത് ഓടി വന്നതാണ്. അങ്ങനൊന്നുമില്ല. നമ്മുടെ അതൊരു അഭിമാന നിമിഷമാണ്. അതിൻ്റെ പിന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ ക്രമീകരണമാണല്ലേ. ഉപരാഷ്ട്രപതി എന്നാണ് നമ്മുടെ പത്തനാപുരം മൗണ്ട് താബോർ വരുന്നത്? ഞായറാഴ്ച 3 മണിക്ക്, മാർച്ച് 1 ഞായറാഴ്ച 3 മണിക്ക്. ഓക്കെ, 100ാമത് വാർഷികമാണല്ലേ. എല്ലാവരും ഞങ്ങൾ പിന്നെ ആ ഒരു ഫംഗ്ഷനിൽ സഹകരിക്കണം. കാരണം ഈ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് പത്തനാപുരം മേഖലകളിലൊക്കെ ഉള്ളത്. പത്തനാപുരം അതിൻ്റെ ചുറ്റുപാടുകളുള്ള മേഖലയിലെല്ലാം ഉള്ളത്. അപ്പം ഇതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് എല്ലാവരോടും ഞങ്ങൾ ആത്മാർത്ഥമായിട്ടായതിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും അതിൽ സഹകരിക്കണം എന്നുള്ള കാര്യം. ഉപരാഷ്ട്രപതി വരുന്നതിൻ്റെ ഭാഗമുള്ള സുരക്ഷാ പരിശോധനയാണല്ലേ? സുരക്ഷാ പരിശോധന. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു പണികളൊക്കെ പുരോഗമിക്കുകയാണല്ലേ? പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കേട്ടല്ലോ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. നമ്മുടെ മൗണ്ട് താബോർ ദേറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു അച്ഛൻ പറഞ്ഞത് പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻ സ്കൂൾ സ്ഥാപിതമായിട്ട് 100 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ആ 100ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സാറാണ് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് IB ടീം, റൂറൽ പോലീസ് മേധാവി, അതുപോലെ തന്നെ IBയുടെയൊക്കെ വലിയ ടീമുകൾ ഇവിടെ എത്തി പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തോരം പടുകൂറ്റൻ പന്തലാണ് ഉപരാഷ്ട്രപതിയെ വരവേൽക്കാനായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്തനാപുരത്തിൻ്റെ അഭിമാനമായ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ 100ാമത് വാർഷികമാണ് ഈ വരുന്ന മാർച്ച് 1 നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളും എത്തിച്ചേരണമെന്നാണ് ഫിലിപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. ഉപരാഷ്ട്രപതി ഒന്നുകിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട പ്രമാടത്തായിരിക്കും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത്. അവിടെയായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യമുള്ളത്. അവിടുന്ന് ആയിരിക്കും റോഡ് മാർഗം നമ്മുടെ പത്തനാപുരത്തേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ ഒരു പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ 100ാമത് വാർഷിക ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. 2 LED വാളല്ലേ? LED വാള് നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് 22 10 പറയുന്ന സൈസ്. പബ്ലിക്കിന് നമ്മൾ 2 പറയുന്നത് അതിലെ വഴിയുണ്ട്. ഈ മരുന്നേ